ഓണത്തിനോടനുബന്ധിച്ച് പച്ചക്കറി മാർക്കറ്റിൽ ഉണ്ടാകുന്ന അമിത വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെ കൂത്താട്ടോളം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തിവരാറുള്ള ഓണം പച്ചക്കറി ചന്ത കൂത്താട്ടോളം YMCA ഹാളിൽ ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ അധ്യക്ഷനായ ചടങ്ങിൽ വെച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം PB രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി ഷാനവാസ്, ഭരണസമിതി അംഗങ്ങളായ ജെയിൻ സി, ബാലചന്ദ്രൻ KV, പോൾ മാത്യു, MM അശോകൻ, ജോൺസൺ തോമസ്, അംബുജാക്ഷി അമ്മ, ഷീബ രാജു, ഷാൻഡി മുരളി, മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് S നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. 21 ഇനം പച്ചക്കറികൾ ഉൾപ്പെടുന്നതും 4 കിലോ തൂക്കം വരുന്നതുമായ 200 രൂപ വില വരുന്ന പച്ചക്കറി സാമ്പാർ കിറ്റ് ചന്തയുടെ പ്രധാന ആകർഷണമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഓണനാളിൽ സംസ്ഥാനത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരവും ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായും കേരളത്തിലാകെ സഹകരണ സംഘങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസ് വഴിയുമെല്ലാം വലിയ രൂപത്തിൽ ഓണച്ചന്തകൾ നടത്തി വരികയാണ്. 2 ലക്ഷ്യങ്ങളാണ് ഈ ഓണച്ചന്തയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഒന്ന്, ഈ ഓണത്തിന്റെ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവരുടെ വിളവിന് മാന്യമായ ന്യായമായ വില ലഭിക്കുക, അവരുടെ കാർഷിക വിളകൾക്ക് മികച്ച വില ലഭിക്കുകയും അവർക്ക് മികച്ച വില ലഭിക്കുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള കാർഷിക വസ്തുക്കൾ എത്തിക്കുകയും ചെയ്യുക എന്ന 2 ചുമതലയാണ് ഇതിന്റെ ഭാഗമായി സഹകരണ സംഘങ്ങൾ, സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമായി സംഘടിപ്പിക്കുന്നതിന് ഈ ഫാർമേഴ്സ് ബാങ്കിന്റെ ഭരണസമിതിക്ക് കഴിയുന്നുണ്ട് എന്നത് അഭിനന്ദനാർഹമാണ്. ഓണച്ചന്ത നടത്തി നമ്മുടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന, അതുപോലെ കുറച്ച് പച്ചക്കറികൾ എത്തിക്കുന്ന ഒരു സന്ദേശം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഓണച്ചന്ത നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറി ലഭ്യമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ പച്ചക്കറി വൻ വില കൊടുത്ത് വാങ്ങുന്നതിന് ആ ലക്ഷ്യം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ പച്ചക്കറി വില കുറച്ച് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കർഷകരിൽ നിന്ന് നമ്മുടെ പച്ചക്കറി ഏറ്റവും വിലക്കുറവിൽ വാങ്ങിച്ച് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചക്കറി വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്.